ഇറാൻ പറയുന്ന ആ പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്, ഞങ്ങളുടെ ടേംസിലാണ് ഇനി യുദ്ധം അവസാനിപ്പിക്കേണ്ടത്, നിങ്ങളുടെ ടേംസിൽ ഇനി യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞത്. ഇസ്ഫഹാനിലുള്ള അബണ്ടൻ ചെയ്യപ്പെട്ട ഒഴിവാക്കിയ ഒരു എയർപോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ എപിക് ഫ്യൂരിയുടെ ഭാഗമായിട്ട് US കണ്ടക്ട് ചെയ്തത്. 16ഓളം ഇന്ത്യൻ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള ഷിപ്പുകൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ വെസൽസുകളൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ചൈനയ്ക്ക് വേണ്ട കാര്യങ്ങൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് വഴി പോകുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടേത് ചിലത് വന്നിട്ടുണ്ട്, ചിലത് വന്നിട്ടില്ല. ഇന്ത്യ യഥാർത്ഥത്തിൽ ഇറാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ജവാദ് സരീഫ് ആയിരുന്നു തോന്നുന്നു ഇറാൻ്റെ വിദേശകാര്യമന്ത്രി. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാനുള്ള ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നേരെ പാകിസ്ഥാനിലേക്ക് പിന്നെ ചൈനയിലേക്ക് പോകും. ഇറാൻ്റെ ഓയിൽ ഗ്യാസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു. ഷെഡ്യൂൾഡ് ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടാണ് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡി ഡോളറൈസേഷൻ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും യുദ്ധം നഷ്ടമാണ്. ഒരു ലാഭവും അവർക്ക് ഈ യുദ്ധം കൊണ്ടുണ്ടാവാൻ പോകുന്നില്ല. കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇറാനെക്കുറിച്ച് ഇതിനു മുന്നേ 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇറാനിലെ സംഭവവികാസങ്ങൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അമേരിക്ക ഏത് രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, വിവിധ രാജ്യങ്ങളിൽ അതെങ്ങനെയൊക്കെ സ്വാധീനിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ സംസാരിച്ചിരുന്നത്. ഇന്നിപ്പോൾ യുദ്ധം ഉണ്ടാകുമോ അത് അവസാനിക്കുമോ എന്ന രീതിയിലേക്ക് ലോകം ഉറ്റുനോക്കുന്നൊരു സമയമാണ്. ചൊവ്വാഴ്ച യുദ്ധം തീർക്കുന്നതിന് വേണ്ടി ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ട്രംപ് ഒരു അന്ത്യശാസ്ത്രം നൽകിയതാണ് നമ്മൾ ലോകമാധ്യമങ്ങളിൽ നിന്ന് കാണുന്നത്. അതിൻ്റെ ഭാഗമായി കുറേ തെറിവിളികളും അദ്ദേഹം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? യുദ്ധം അവസാനിച്ചേ മതിയാകൂ എന്നുള്ളതിൽ ലോകത്താർക്കും സംശയമില്ല. കാരണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്നുള്ളത് ലോകത്തിൻ്റെ പൊതുവിൽ ഉള്ള സാമ്പത്തിക ശേഷിയെ, ക്രയവിക്രയങ്ങളെ, വ്യവഹാരങ്ങളെയൊക്കെ എല്ലാ അർത്ഥത്തിലും ബാധിച്ചു കഴിഞ്ഞു. ഇത് എത്ര പ്രൊലോങ് ചെയ്ത് നീട്ടിക്കൊണ്ടു പോകുന്നു അതിനനുസരിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക്, എല്ലാവിധ ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ദൈനംദിന ജീവിതങ്ങളിൽ, സാധാരണക്കാരുടെ അടുക്കള മുതൽ പണക്കാരൻ്റെ ബിസിനസ്സുകളിൽ വരെ വലിയ അളവിൽ യുദ്ധം ഓൾറെഡി വലിയ ഡാമേജുകൾ വരുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, US ഒരു അൾട്ടിമേറ്റം കൊടുക്കുകയാണ്. അൾട്ടിമേറ്റത്തിന് വഴങ്ങാതെ ഇറാൻ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് 2 ദിവസം മുമ്പ് US-ൻ്റെ രണ്ട് ഫൈറ്റർ ജെറ്റുകളെ ഇറാൻ വെടിവെച്ചിടുന്നു. ഇറാൻ്റെ സൈനിക ശേഷി അല്ലെങ്കിൽ ഏരിയൽ സ്കിൽ അത്ര ഡിപ്ലീറ്റഡ് അല്ല, അല്ലെങ്കിൽ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല, തകർന്നു പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നീക്കം സൈനികമായി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ കുടുങ്ങിയ പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെയുള്ളൊരു സർപ്രൈസ് മൂവ്മെൻറ്റ് US-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. കമാൻഡോ ഓപ്പറേഷൻ ഉണ്ടാവുന്നു. ഇസ്ഫഹാനിലുള്ള അബണ്ടൻ ചെയ്യപ്പെട്ട ഒഴിവാക്കിയ ഒരു എയർപോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ എപിക് ഫ്യൂരിയുടെ ഭാഗമായിട്ട് US കണ്ടക്ട് ചെയ്യുന്നത്. വളരെ റിസ്കി ആയിട്ടുള്ള, വളരെ ഡയറിങ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ഒരു ഹോസ്റ്റൈൽ ലാൻഡിൽ, ഒരു ശത്രു രാജ്യത്ത് ചെന്ന് ട്രൂപ്പുകൾ ഇറങ്ങി അവിടെ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ദൗത്യം US വളരെ ഡയറിങ് ആയിട്ടാണ് അത് ചെയ്തത്. പക്ഷേ അതൊരു ഫെയിലിയർ ആയിരുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. 4ഓളം ഹെലികോപ്റ്ററുകൾ US-ന് നഷ്ടപ്പെടുന്നു. 2 ഫൈറ്റർ ജെറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുന്നു. US-ൻ്റെ ഭാഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ അത് തകർത്തതാണ്, ടെക്നിക്കൽ ഗ്ലിച്ച് വന്നപ്പോൾ ഞങ്ങൾ തന്നെ തകർത്തതാണ് എന്നുള്ളതാണ് അവരുടെ ഭാഷ്യം. പക്ഷേ എന്തായാലും ഇത്ര വലിയ നഷ്ടം ഫൈറ്ററുകൾക്ക് ഉണ്ടായി എന്നുള്ളത് US-നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം 100 മില്യണൊക്കെയാണ് പല നഷ്ടപ്പെടുന്ന എയർക്രാഫ്റ്റുകളുടെയൊക്കെ വില എന്ന് പറയുന്നത്. ഇതിൽപ്പെട്ട പക്ഷേ നഷ്ടപ്പെട്ട വൈമാനികനെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ പ്രാധാന്യമുള്ള കാര്യമാണെന്നുള്ളതിൽ നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. കാരണം കേണൽ റാങ്കിലുള്ള
ഒരു വൈമാനികനെ ശത്രുരാജ്യത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ അതോടുകൂടി യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം അയാളെ ഉപയോഗിച്ച് അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വിവരങ്ങൾ, ചോർത്തിയെടുക്കാൻ പറ്റുന്ന ഇൻഫോർമേഷൻ, ക്ലാസിഫൈഡ് വിവരങ്ങളൊക്കെ കയ്യിലുണ്ടാകുന്ന ആ തരത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുള്ള ഒരാൾ US-നെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടപ്പെട്ട എയർക്രാഫ്റ്റുകളേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ഇന്നലെ ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലോകത്തെ എല്ലാവരെയും അമ്പരിപ്പിക്കുകയും, എന്താ പറയുക, ഒരു ബേസിക് ഡിക്കോറം ഇൻ്റർനാഷണൽ റിലേഷൻസിൽ കാണിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഡിക്കോറം പോലും കാണിക്കാൻ തയ്യാറാവാത്ത, അങ്ങേയറ്റം ഡിപ്രസ്ഡ് ആയിട്ടുള്ള, തൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഏതൊരാളും കാണിക്കുന്ന ഒരു ഡിപ്രഷൻ, ആ ഒരു ഫീലിൽ അദ്ദേഹം പുറത്തുവിട്ട ചില കമൻറ്റുകൾ, ഇതിൽ നിന്നൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത് അതിനെ തുടർന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ. ഇറാൻ ആ കാര്യങ്ങളെ പ്രതിരോധിച്ച രീതി എന്ന് പറയുന്നത്, സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ഞങ്ങൾ തുറക്കുന്നില്ല, സിംബാബ്വേയിലുള്ള അവരുടെ എംബസി അതിനെ തമാശയാക്കി വി ഹാവ് ലോസ്റ്റ് അവർ കീസ് എന്നാണ് അവരതിനെ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. ഒരേ സമയം അവർ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, ഇപ്പം US ഒരു താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മീഡിയേറ്റേഴ്സ് വഴി, ഇൻ്റർലോക്യൂട്ടേഴ്സ് വഴി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ ആവശ്യം എന്ന് പറയുന്നത് താൽക്കാലിക വെടിനിർത്തൽ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയബിളായ ഒരു ഓപ്ഷൻ അല്ല. അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതിനപ്പുറം പെർമനൻ്റ് ആയിട്ടുള്ള സീസ് ഫയർ, ഒരു എന്നേക്കുമായിട്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളൊരു കരാറിലെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾ മുഴുവൻ അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് US മുന്നോട്ട് വരണം. മൂന്നാമത്തത്, US-ൻ്റെ ടേംസിൽ ഒരിക്കലും വെടിനിർത്തൽ ഇനി സാധ്യമല്ല. US ഡിക്റ്റേറ്റ് ചെയ്യുന്ന, US മുന്നോട്ട് വെക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു വെടിനിർത്തലിലേക്ക് പോകുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കരണീയമല്ല, ഞങ്ങളത് ചെയ്യില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്, യുദ്ധം ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ലോകത്തൊരു വൻ ശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഇല്ലാത്ത ഒരു നീക്കുപോക്ക് സാധ്യമല്ലാത്ത വിധം ഇറാൻ അതിൻ്റെ ശേഷി തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അവരുടെ ഒരു ലീഡറായി മാറി. മിഡിൽ ഈസ്റ്റിലെ ഒരു എന്താ പറയുക, ഒരു പ്രാദേശികമായ ആ റീജിയണിലെങ്കിലും തള്ളാൻ കഴിയാത്ത ഒരു ശേഷിയായി, ഒരു വലിയ രാജ്യമായി ഇറാൻ അടയാളപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്, ഇറാൻ്റെ ആണവശക്തി. അമേരിക്കൻ മീഡിയകൾ, മെയിൻ സ്ട്രീം മീഡിയകൾ അടക്കം ഉന്നയിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ളൊരു സംശയമാണ് ഇറാൻ്റെ ന്യൂക്ലിയർ കാപ്പബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം. ഔദ്യോഗികമായി ഇറാൻ പുറത്തുവിട്ട രേഖകൾ അനുസരിച്ച്, അല്ലെങ്കിൽ പുറത്ത് പറയുന്ന കാര്യങ്ങൾ, 60% എൻറിച്ച്ഡ് യുറേനിയം മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷേ ഒരു ന്യൂ കാം ഉണ്ടാക്കാൻ എങ്ങനെയാണെങ്കിലും 90%ഓളം എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം കൈവശം വേണം. അതിനെ വെപ്പണൈസ് ചെയ്യണം, വാർഹെഡാക്കി മാറ്റണം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ 2-3 ഘട്ടങ്ങളിലായിട്ടാണ് അത് നടക്കേണ്ടത്. പക്ഷേ ഇറാൻ ഓൾറെഡി അത് ചെയ്തു കഴിഞ്ഞു എന്നുള്ള, ന്യൂക്ക് ആം ഇറാൻ്റെ കയ്യിൽ വന്നു എന്നുള്ള സംശയങ്ങൾ, സ്പെക്കുലേഷൻസ് വെസ്റ്റിൽ വ്യാപകമായിട്ടുണ്ട്. മെയിൻ സ്ട്രീം മീഡിയകൾ അടക്കം പല സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടെ വരികയാണെങ്കിൽ, ഇറാൻ അങ്ങനെ ഒരു ന്യൂ കൺട്രിയായി മാറിയിട്ടുണ്ടെങ്കിൽ, പ്രദേശത്തിൻ്റെ ചിത്രം, ഇത് പ്രദേശത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ഇക്വേഷനിൽ വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. അത് യുദ്ധത്തിന് മുന്നുള്ളതും യുദ്ധത്തിന് ശേഷമുള്ളതും രണ്ട് രീതിയിലായിട്ട് ഈ ഇക്വേഷൻസ്, ലോകത്തിൻ്റെ സമവാക്യങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്നൊരു കാര്യം. അതിനുള്ള സാധ്യതകൾ, പലതരത്തിലുള്ള സാധ്യതകൾ അവർ പറയുന്നുണ്ട്. ലാസ്റ്റ് അവരുടെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവന, ഞങ്ങളുടെ എൻറിച്ച്ഡ് യുറേനിയമൊക്കെ അണ്ടർ ദ റബ്സ്, ഇതിൻ്റെ ഉള്ളിൽ പോയി, അക്രമത്തിൻ്റെ ഉള്ളിൽ പോയി നഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത്. അതിൻ്റെ അർത്ഥം, ഇനി നിങ്ങൾക്കിത് ഇൻസ്പെക്റ്റ് ചെയ്യാനോ അതെന്താണെന്ന് ചോദിക്കാനോ കഴിയില്ല, ഞങ്ങളുടെ രീതിയിൽ അതും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു സൂചനയായിട്ടാണ് വെസ്റ്റേൺ മീഡിയകളൊക്കെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ കാണുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിലവിലുള്ള ലോകക്രമം ഏകദേശം മാറിക്കൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ആഗ്രഹിച്ചതുപോലെ ഒരു മാറ്റം വേറൊരു തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ, GCC രാജ്യങ്ങളിലൊക്കെയുള്ള അമേരിക്കൻ ബേസുകൾ
വേണമെങ്കിൽ ഇസ്രായേൽ ഹോസ്റ്റ് ചെയ്യാം, ഇസ്രായേലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഇസ്രായേൽ തയ്യാറാണ് എന്നുള്ള പ്രസ്താവന ഇസ്രായേൽ ഓൾറെഡി നടത്തിക്കഴിഞ്ഞു. അതുകൂടി സംഭവിക്കുകയാണെങ്കിൽ US-ഉം ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ ഫ്രിക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അതുകൂടി ഉണ്ടാവുകയാണെങ്കിൽ എൻ്റയർ മിഡിൽ ഈസ്റ്റിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് മൊത്തത്തിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യം, ഇറാൻ്റെ തന്നെ പല ഒഫീഷ്യൽസും വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പാകിസ്ഥാൻ്റെ ഒരു ഇടപെടലിനെ കുറിച്ച് അവർ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, കഴിഞ്ഞ ദശകങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പാകിസ്ഥാൻ ഒരു ഈ രീതിയിലൊരു മീഡിയേറ്ററായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ആ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു നയതന്ത്ര ബന്ധത്തിൽ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളായിട്ട്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഒരു വില്ലൻ ക്യാരക്ടറായിട്ടാണ് നമ്മൾ പാകിസ്ഥാനെ കണ്ടിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ ബോംബിടുന്ന രീതിയിലുള്ള ആൾക്കാരായിട്ടാണ് പൊതുവെ പാകിസ്ഥാനെ കുറിച്ച് ഇന്ത്യൻ മീഡിയയിൽ നമ്മൾ കാണുന്നൊരു ചിത്രം, കഴിഞ്ഞ ദശകങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന രീതിയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒരു വളരെ പ്രധാനപ്പെട്ട, അവർക്ക് തുർക്കിയും ഈജിപ്തൊക്കെ ഉണ്ടെങ്കിലും പാകിസ്ഥാൻ ഞങ്ങൾ വെടിനിർത്തലിനെ കുറിച്ച് ചില സൂചനകൾ നൽകിയിട്ടുണ്ട് എന്ന് ഇറാൻ്റെ ഒരു ഒഫീഷ്യൽ ഇന്ന് പോലും പറഞ്ഞതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ എങ്ങനെയാണ് ആഗോള തലത്തിലുള്ള ഒരു നയതന്ത്ര ബന്ധങ്ങളിടയിലേക്ക് ഒരു മീഡിയേറ്റർ പൊസിഷനിലേക്ക്, എനിക്ക് തോന്നുന്നു അതൊരു വലിയ ഒരു അംഗീകാരവും അന്തസ്സുമാണല്ലോ, അത് അന്താരാഷ്ട്ര തലത്തിൽ അന്തസ്സാണ്. അതിലേക്ക് എങ്ങനെയാണ് പാകിസ്ഥാൻ എത്തിച്ചേർന്നത്? പാകിസ്ഥാനെ കുറിച്ച് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ദ്വന്ദ്വത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് പാകിസ്ഥാൻ ഒരുപാട് ശത്രുതാപരമായ നിലപാടുകൾ നമുക്ക് പാകിസ്ഥാനോടുണ്ട്. ആ രാജ്യം നമ്മളോട് ചെയ്യുന്ന ഭീഷണികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വലിയ ഭീഷണി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ എല്ലാ രാജ്യത്തിനും ചില ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും അപ്പുറത്തുള്ളൊരു രാജ്യം ഈ രണ്ട് രാജ്യങ്ങളെ, ഇന്ത്യയെ എങ്ങനെ കാണുന്നു, പാകിസ്ഥാനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വെച്ച് വേണം നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഈ വിഷയത്തിൽ, ഈ യുദ്ധ സമയത്ത് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഒരേ സമയം US-ഉമായിട്ട് നല്ല ബന്ധമുണ്ട്, US അവരെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ചൈനയുമായിട്ട് വളരെ ക്ലോസ്ലി അലൈഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. ലോകത്ത് ഒരു രാജ്യത്തിനും നിലവിൽ സാധ്യമല്ലാത്ത വിധം രണ്ട് രാജ്യങ്ങളോടും, ചൈനയോടും പിന്നെ US-നോടും ഒരേ സമയം തുല്യ അകലവും തുല്യ ഇഷ്ടവും നേടി നിൽക്കുന്ന ഒരു രാജ്യമാണത്. വിചിത്രമായ ഒരു നയതന്ത്രമാണ്. റഷ്യയുമായിട്ട് അവരുടെ ബന്ധം വളരെ പോസിറ്റീവായ, ബൂമിംഗ് ആയ ഒരു ബന്ധമാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധം വളരെ കോഡിയലായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോൾ സൗദിയൊക്കെ ആയിട്ട് അവരുണ്ടാക്കിയ ഡിഫൻസ് ട്രീറ്റി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്ന് വന്ന റിപ്പോർട്ട് അനുസരിച്ച് 16ഓളം ഇന്ത്യൻ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള ഷിപ്പുകൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, വിട്ടുപോരാതെ 16ഓളം ഷിപ്പുകൾ കിടക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ വെസൽസുകളൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പാകിസ്ഥാനിന് വേണ്ട കൃത്യമായ സാധനങ്ങൾ അവർക്ക് ഇറാനിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ചൈനയ്ക്ക് വേണ്ട കാര്യങ്ങൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് വഴി പോകുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടേത് ചിലത് വന്നിട്ടുണ്ട്, ചിലത് വന്നിട്ടില്ല. ഇന്ത്യ യഥാർത്ഥത്തിൽ ഇറാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. സമാനമായ സംഭവം 2018 മെയ് മാസത്തിൽ, മെയ് 21 എൻ്റെ ഓർമ്മ, ഒരു ഡെഡ് ലൈൻ US ഇന്ത്യക്ക് കൊടുക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള എല്ലാ ഓയിൽ ഇമ്പോർട്ടും 0 ആക്കണം, ഇനി മുതൽ ഇമ്പോർട്ട് ചെയ്യരുത്. ലാസ്റ്റ് ഡെഡ് ലൈൻ കൊടുക്കുന്നത് 2018 മെയ് 21 എൻ്റെ ഓർമ്മ. ആ ദിവസം ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് നിർത്തണം എന്നുള്ളതാണ്. ഇന്ത്യ അത് ഒബേ ചെയ്യാണ്. ആ സമയത്ത് അന്ന് ജവാദ് സരീഫായിരുന്നു തോന്നുന്നു ഇറാൻ്റെ വിദേശകാര്യമന്ത്രി. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാനുള്ള ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നേരെ പാകിസ്ഥാനിലേക്ക് പിന്നെ ചൈനയിലേക്ക് പോവാണ്. അതായത് ഇറാൻ്റെ ഓയിൽ, ഗ്യാസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു. റേറ്റിൽ ആശ്വാസമായിരുന്നു, ട്രാൻസ്പോർട്ടേഷനിൽ ആശ്വാസമായിരുന്നു, നമ്മുടെ ലോക്കൽ കറൻസിയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ ആശ്വാസമായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് അനുഗുണമായ സാധ്യത ഉണ്ടായിരിക്കെ പോലും അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ നമ്മൾ വഴങ്ങേണ്ടി വന്നു, നമ്മുടെ രാജ്യം. അതോടുകൂടി ഇറാൻ അന്ന് നമ്മളെ ഒഴിവാക്കിയിട്ടാണ് അവർ പാകിസ്ഥാനിലേക്കും ഒരു ഷെഡ്യൂൾഡ് ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടാണ് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും പോകുന്നത്. സെയിം സാധനമാണ് പിന്നെ ചഹബാർ പോർട്ടിൽ സംഭവിച്ചത്.
ചാബാർ പോർട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അമേരിക്കയുടെ ഭീഷണിക്ക് സാങ്ഷന് വഴങ്ങി നമ്മൾ ഒരു ഘട്ടത്തിൽ സ്ലോ ആക്കേണ്ടി വന്നു. പിന്നീട് അമേരിക്ക നമ്മൾക്ക് എക്സംഷൻ തന്നു. അതിനിടയിൽ ചൈന ചാബാർ പോർട്ട് ഏറ്റെടുക്കാന്നുള്ള ഓഫർ ഇറാന് കൊടുക്കുന്നു. ഇറാൻ ഇന്ത്യയോട് അൾട്ടിമേറ്റം പറയുന്നു, നിങ്ങൾ ചെയ്യുമെങ്കിൽ ചെയ്യണം, ഇല്ലെങ്കിൽ വിട്ടുതരണം എന്നുള്ള ഒരു രീതിയിലേക്ക് അത് പോകുന്നു. അപ്പം ഇങ്ങനെ നമ്മളൊരു സ്ട്രാങ്കിൾഡ് പൊസിഷനിലാണ് പലപ്പോഴും ഡിപ്ലോമസി നമ്മൾ കുടുങ്ങിപ്പോയത്. പക്ഷേ ഈ സിറ്റുവേഷനിൽ പെടാതെ ഇതിനെ വളരെ വിദഗ്ധമായി മറികടക്കാൻ പാകിസ്ഥാന് പറ്റിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം, നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല, അങ്ങനെ അല്ലാതിരിക്കുമല്ലോ. നിലവിലുള്ള ഈ സിറ്റുവേഷനിൽ ഒരു അപ്പർ ഹാൻഡ് ഇൻ്റർലൊക്യൂട്ടർ എന്നുള്ള അർത്ഥത്തിൽ ഇറാന് വിശ്വാസയോഗ്യമായ ഒരു രാജ്യമായിട്ട് ഇറാൻ പാകിസ്ഥാനെ പറയുന്നു. US പൂർണ്ണമായിട്ട്, കാരണം ഞങ്ങളുടെ ഒരു പപ്പറ്റ് പോലെയുള്ളൊരു കൺട്രി ആയിട്ടാണ് കാലങ്ങളായിട്ട് US പാകിസ്ഥാനെ കണ്ടിരുന്നത്. ഇടക്കാലത്ത് ചെറിയ ഫ്രിക്ഷൻസ് ഉണ്ടായെങ്കിൽ കൂടി. പക്ഷെ നിലവിൽ ആ പഴയ രീതിയിലേക്ക് ഇപ്പോൾ ആസിം മുനീറിനൊക്കെ വൈറ്റ് ഹൗസിൽ ഡിന്നറിന് വിളിക്കുന്ന ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പോലും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിനുള്ളിൽ പാകിസ്ഥാൻ വലിയ അഡ്വാൻസ്മെൻറ്റുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ വിദേശകാര്യ നയത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞിരുന്നു, ഒരു പൊളിറ്റിക്കൽ വിൽ കുറയുന്നതായിട്ട് നമ്മൾക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഇപ്പോൾ ഉള്ള നമ്മുടെ വിദേശകാര്യമന്ത്രി, അദ്ദേഹം ഒരു കരിയർ ഡിപ്ലോമാറ്റാണ്. വളരെ ഒരു പോളിമാത്ത് എന്നൊക്കെ ആളുകൾ പറഞ്ഞ് കൂടുതൽ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ വളർത്തിയെടുക്കുന്ന ഒരാളാണെങ്കിൽ കൂടി ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളല്ല എന്നുള്ളത് കൊണ്ട് പൊളിറ്റിക്കൽ വിൽ കംപ്ലീറ്റ്ലി ലാക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് പൊളിറ്റിക്കൽ ലെഗസിയാണ്. വിദേശകാര്യമന്ത്രിമാർ അവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ പൊളിറ്റിക്കൽ വിൽ, ഇതൊക്കെയാണ് ഇത്തരം സിറ്റുവേഷനുകളിൽ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്ന ഫാക്ടറുകൾ എന്ന് പറയുന്നത്. അതിന് ധൈര്യം വേണം, പല അപകടകരമായ സിറ്റുവേഷനുകളിലൂടെ കടന്നു പോകാനുള്ള ശേഷി വേണം. അതിൻ്റെ ഒരു ഔട്ട്കം അത് വളരെ അപകടകരമായേക്കാം സാധ്യതയുള്ള ചില ഔട്ട്കംസ് അതിനെ ബിയർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വേണം. ഇപ്പോൾ നോക്കൂ, ഒമാൻ ആദ്യഘട്ടത്തിൽ മീഡിയേഷൻ നടത്തിയിരുന്ന ഒമാനാണ്. ഒമാൻ വളരെ ധൈര്യപൂർവ്വം US-നെ ക്രിട്ടിസൈസ് ചെയ്തു. ഒരു GCC രാജ്യവും ധൈര്യപ്പെടാത്ത വിധം ഒമാൻ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ബുസൈദി, ഒമാൻ്റെ വിദേശകാര്യമന്ത്രി, അമേരിക്കയ്ക്കെതിരെ നടത്തി. ഇത് നിങ്ങൾ തോൽക്കാൻ പോകുന്ന യുദ്ധമാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. അത്ര ധൈര്യപൂർവ്വം അദ്ദേഹം ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ദിസ് ഈസ് നോട്ട് യുവർ വാർ എന്ന് അദ്ദേഹം അമേരിക്കയോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന യുദ്ധമല്ല ഇത് എന്ന് അത്ര ഡയറിങ് ആയ പൊസിഷനിലേക്ക് പോകാൻ പറ്റുന്നത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ്. ഒരു ഉദ്യോഗസ്ഥ, ഒരു ഡിപ്ലോമാറ്റ്, അല്ല എന്താ പറയുക, ഒരു ബ്യൂറോക്രാറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് എപ്പോഴും ലിമിറ്റേഷൻ ഉണ്ട്. അദ്ദേഹം കൺവേർട്ട് ചെയ്ത് പൊളിറ്റിക്കൽ സ്റ്റേജിലേക്ക് വന്നാലും അദ്ദേഹത്തിൻ്റെ ലെഗസികൾ പലപ്പോഴും അദ്ദേഹത്തിന് അതൊരു ബേർഡനായി മാറുന്നു എന്നുള്ളത് ആണ് നിലവിൽ നമ്മൾ ഈവൻ ശ്രീലങ്ക പോലെ ഇതിനേക്കാളും ശക്തമായിട്ട് നേവി ഷിപ്പിന്റെ കേസിലൊക്കെ ഇപ്പൊ ഇന്ത്യയുടെ തന്നെ വിദേശകാര്യ BJP-യുടെ തന്നെ സുഷമ സ്വരാജ് അടക്കമുള്ള ആളുകൾ ഇതിനേക്കാൾ ബെറ്റർ പൊസിഷനുകൾ സ്വീകരിച്ചിരുന്ന ആളുകളാണ്. അല്ലെങ്കിൽ അദ്വാനി, വാജ്പേയി, അവരിൽ തന്നെ നല്ല ഉദാഹരണങ്ങളുണ്ട് ഇത്തരം സിറ്റുവേഷനുകൾ കൈകാര്യം ചെയ്ത് കഴിവ് തെളിയിച്ച ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ. പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വളരെ അത്യാവശ്യമാണ് ഇത്തരം നയതന്ത്ര മേഖലകളിൽ ഇടപെടുമ്പോൾ എന്നുള്ളത് നിലവിൽ നമ്മുടെ രാജ്യം ലാക്ക് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കും മുമ്പ് എന്തായിരിക്കാം ഇപ്പോൾ ഹോർമസ് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഹോർമസ് കടലിടുക്കൽ ഞങ്ങളിനി ടാക്സ് ചെയ്യും, കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഞങ്ങൾ ടാക്സ് വാങ്ങിക്കും, അത് ഞങ്ങൾക്ക് ഒരു റവന്യൂ ആണ്, ഈ രീതിയിൽ ഒക്കെ ഇറാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയൊരു വെടിനിർത്തൽ ഉണ്ടാവുകയാണ്, യുദ്ധം താൽക്കാലികമായി അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ അവസാനിക്കുകയാണെങ്കിൽ ഇറാൻ പറയുന്ന ആ പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്, ഞങ്ങളുടെ ടേംസിലാണ് ഇനി യുദ്ധം അവസാനിപ്പിക്കേണ്ടത്, നിങ്ങളുടെ ടേംസിൽ ഇനി യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാൻ യഥാർത്ഥത്തിൽ 10, 6, 8 ഒക്കെ കണ്ടീഷൻസ് യുദ്ധം അവസാനിപ്പിക്കാൻ തുടക്കം മുതൽ വെച്ചിട്ടുണ്ടെങ്കിലും US 10, 15 ഡിമാൻഡ്സുകൾ അവരും വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു കോർ പോയിന്റായിട്ട് ഇറാൻ എപ്പോഴും കണ്ടത് ഞങ്ങളുടെ കഷ്ടനഷ്ടങ്ങൾക്കുള്ള കോമ്പൻസേഷൻ മാത്രമാണ്. കാരണം അവരുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ അവർക്ക് സംബന്ധിച്ച് ഫോറിൻ റിസർവ് ആവശ്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഡീഡോളറൈസേഷൻ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും യുദ്ധം നഷ്ടമാണ്. ഒരു ലാഭവും അവർക്ക് ഈ യുദ്ധം കൊണ്ടുണ്ടാവാൻ പോകുന്നില്ല.
ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില അഡ്വാൻസ്മെൻറ്റുകൾ ചില അജണ്ടകളുടെ അഡ്വാൻസ്മെൻറ്റുകൾ ഇതിലൂടെ നടന്നിട്ടുണ്ട്, വളരെ പാർഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ. GCCയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ യുദ്ധമാണ്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം, റഷ്യയെ സംബന്ധിച്ചിടത്തോളം, ഇറാനെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കൻ്റായ ചില നേട്ടങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഡീഡോളറൈസേഷൻ എന്നുള്ള പ്രോസസ്സ് ഈ യുദ്ധത്തോടു കൂടി ഒരു പക്ഷേ അതിഭയങ്കരമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് റഷ്യയും ചൈനയും നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി ഇൻ്റർനാഷണൽ ട്രേഡുകൾ യുവാനിൽ നടത്തുക എന്നുള്ളതാണ്. റഷ്യ പോലും അതിന് സമ്മതിക്കുന്നു. അതായത് യുവാൻ ചൈനീസ് നാണയത്തിലാണ് ഇനി ഞങ്ങൾ ഓയിൽ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഓയിലുകൾക്ക് യുവാനിൽ പേ ചെയ്യേണ്ടി വരും. ഇറാനോട് നമ്മളിനി ട്രേഡ് നടത്തുകയാണെങ്കിൽ യുവാനിൽ ഇറാൻ ട്രേഡ് ചെയ്യേണ്ട ഹോർമുസ് സ്ട്രൈറ്റ് കടക്കാനുള്ള ഫീ ആയിട്ട് നമ്മളിനി യുവാനിൽ പേ ചെയ്യേണ്ടി വരും. ഇതുണ്ടാക്കുന്ന ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. എക്കണോമിക്സ്, അന്താരാഷ്ട്ര എന്താ പറയുക, സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ, അമേരിക്കയുടെ പതനം, അവരുടെ ലോക പോലീസ് അല്ലെങ്കിൽ ലോക നേതാക്കൾ എന്നുള്ള അവരുടെ സ്റ്റാച്ചറിന് വലിയ പരിക്കുകൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രോസസ്സാണ് ഡീഡോളറൈസേഷൻ പ്രോസസ്സ്. അതിന് ഈ ഹോർമുസ് കടലിടുക്കിൽ അവർ വെക്കാൻ പോകുന്ന ടാക്സേഷൻ വലിയ എന്താ പറയുക പുഷ് നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ കഷ്ടനഷ്ടങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ഈടാക്കുന്നത് വരെ ടാക്സേഷൻ തുടരുമെന്നാണ് പറയുന്നത്. അതൊരു കണ്ടീഷനാണെങ്കിലും ആ ടാക്സേഷൻ അവർ നിലനിർത്താനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ വളരെ പേരിനെങ്കിലും, കാരണം അവരുടെ സോവറിൻ വാട്ടറാണത് എന്ന് കാണിക്കാൻ വേണ്ടി തെളിവായി മാറാനുള്ള ഒരു സാധ്യത അവർ ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു തീരുവ വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇൻ്റർനാഷണൽ ട്രേഡിനെ ഭയങ്കരമായിട്ടൊന്നും ബാധിക്കാൻ പോകുന്നൊരു കാര്യമല്ല. ഇൻഷുർ കമ്പനികൾ അവരൊക്കെയാണ് അത്തരം കാര്യങ്ങളെ കൂടുതൽ ബാധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത്. പക്ഷേ സേഫ് പാസേജ് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻഷുർ കമ്പനികൾക്കും മറ്റൊന്നും അത്തരം പ്രശ്നങ്ങൾ കൂടുതലായി ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡീഷണൽ റവന്യൂ ആണ്. അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റീജിയണിലെ ഒരു സുപ്രീമസി നിലനിർത്താൻ പോകുന്ന ഘടകമായിട്ട് ഇതൊക്കെ വർത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ആൾനഷ്ടവും ഇൻഫ്രാസ്ട്രക്ചർ നഷ്ടമൊക്കെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരു പക്ഷേ US യുദ്ധം തുടർന്ന് കൊണ്ടുപോകാനും സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ തകർക്കാനും കൂടുതൽ ആളുകളെ കൊല ചെയ്യാനും കൂടുതൽ ലീഡർഷിപ്പിലുള്ള ആളുകളൊക്കെ കൊല ചെയ്യാനൊക്കെ സാധിച്ചേക്കാം. അതൊരു സാധ്യതയാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞാലും ഇറാൻ എന്നുള്ളൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് US സംബന്ധിച്ചിടത്തോളം നിയർലി ഇമ്പോസിബിളായ ഒരു ടാസ്ക്കാണ് എന്ന് ലോകത്തെ എല്ലാ സൈനിക വിദഗ്ധരും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളും പറയുന്ന ഏകാഭിപ്രായത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇസ്ഫഹാനിൽ മിന്നാന്ന് അവർ നടത്തിയ കമൻഡ് ഓപ്പറേഷൻ യഥാർത്ഥത്തിൽ അതൊരു കവീറ്റഡ് ഓപ്പറേഷനായിട്ടാണ് പറയുന്നത്. അതായത് എൻറിച്ച്ഡ് യുറേനിയം, അത് ഇറാൻ്റെ ആരോപണമാണ്, എൻറിച്ച്ഡ് യുറേനിയം സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമം സാധ്യമാണോ എന്ന് നോക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത് എന്നാണ് അവരുടെ ഇറാൻ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. അങ്ങനെ ഒക്കെ നോക്കുകയാണെങ്കിൽ ടോട്ടലി അതൊരു നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള മിഷനായിട്ട് US സംബന്ധിച്ചിടത്തോളം ഈ ഇറാൻ യുദ്ധം മാറി ഒരു ഡെഡ് ലോക്കിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഔട്ട് ഓഫ് ഡെസ്പറേഷനാണ് ട്രംപിൻ്റെ ഈ പ്രസ്താവനകളൊക്കെ, തെളിവുകളൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ അഡ്വൈസും ഇതിനെതിരായിരുന്നു. മിലിറ്ററി അഡ്വൈസ്, ഇൻ്റലിജൻസ് അഡ്വൈസ്, CIA-യുടെ, DIA-യുടെ, ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി അടക്കമുള്ള അവരുടെ എല്ലാ ഏജൻസികളുടെയും അഡ്വൈസ് ഇതിനെതിരായിരുന്നു. അദ്ദേഹം 10ഓളം തൻ്റെ സഹായികളെ പുറത്താക്കുന്നു ഇതിനെതിരെ കൃത്യമായ അദ്ദേഹത്തിൻ്റെ രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട്. അപ്പം അദ്ദേഹം ഒറ്റക്കെടുത്ത ഒരു തീരുമാനം എന്നുള്ള റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതൊരു ഗുഡ് എൻഡിൽ എത്തിക്കാൻ പറ്റാത്തതിലുള്ള ഔട്ട് ഓഫ് ഡെസ്പറേഷനാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നാളെ ഡെഡ് ലൈൻ അവസാനിച്ചാലും ചിലപ്പോൾ 1-2 ആക്രമണങ്ങൾ അവർ അയച്ചു വിട്ടാൽ തന്നെ അതൊരു സക്സസ് മാനോവറായിട്ട് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നുള്ള വിശ്വാസമാണ് പൊതുവിൽ ഈ മേഖല നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ പങ്കുവെക്കുന്നത്. എന്തായാലും യുദ്ധം അവസാനിക്കട്ടെ, വെടിനിർത്തലുണ്ടാവട്ടെ, ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ. തീർച്ചയായും ഇത്രയും നേരം ഈ യുദ്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത നന്ദി പറയുന്നു. താങ്ക് യു.